കോടമഞ്ഞ് മൂടി തണുത്തുറഞ്ഞ് മൂന്നാർ വിനോദസഞ്ചാരികളെ മാടി വിളിക്കുകയാണ്. തണുപ്പാസ്വദിക്കാൻ കുറഞ്ഞ താപനില 0-ലും താഴെ എത്തുന്ന മറ്റൊരിടം കേരളത്തിലുണ്ടാകില്ല. പതിവിലും നേരത്തെയാണ് ഇത്തവണ മൂന്നാറിൽ ശൈത്യകാലം എത്തിയത്. കന്നിമലയിലും ചെണ്ടുവരയിലുമൊക്കെ കുറഞ്ഞ താപനില -1 വരെ എത്തിയിരുന്നു. മൂന്നാറിൽ മഞ്ഞ് പെയ്യുന്നത് കാണാനെത്തുന്ന വിനോദസഞ്ചാരികളുടെ കുത്തൊഴുക്കോടെയാണ് 2025 പടിയിറങ്ങിയത്. അവധി ദിവസങ്ങൾ മൂന്നാറിന് വീർപ്പ് മുട്ടിച്ചു. കാഴ്ചയിൽ സന്തോഷവും മനസ്സിൽ കുളിരും നിറച്ചാണ് വിനോദസഞ്ചാരികൾ മലയിറങ്ങിയത്. രാത്രി വൈകി ആരംഭിക്കുന്ന കടുത്ത തണുപ്പ് രാവിലെ സൂര്യൻ ഉദിക്കുന്നതുവരെ മാത്രമാണുള്ളത്. അതിനുശേഷം മൂന്നാറിൽ വരണ്ട അന്തരീക്ഷമായിരിക്കും. പകൽ ചൂടേറുമ്പോൾ രാത്രിയിൽ തണുപ്പിന്റെ കാഠിന്യവുമേറും. കന്നിമലയിൽ ചെറിയൊരു ചായക്കട നടത്തുകയാണ് അഖിൽ മുത്തു. ഇതിനു സമീപത്തെ പുൽമൈതാനിയിൽ മഞ്ഞുകണങ്ങൾ തണുത്തുറഞ്ഞ് ഐസുകട്ടകളായി മാറിയിട്ടുണ്ടാകും. ഇത് കാണാനെത്തുന്നവരിലാണ് ഈ വൃദ്ധന്റെ പ്രതീക്ഷ. വിനോദസഞ്ചാരികൾ മൂന്നാറിലേക്ക് എത്തുമ്പോൾ ഇവരെ പോലെയുള്ളവരുടെ കീശയും മനസ്സും നിറയും. തണുപ്പ് ബുദ്ധിമുട്ട് കൊണ്ടില്ല, നമുക്ക് ഇൻട്രസ്റ്റാ. നമുക്ക് ഗസ്റ്റ് വന്നാൽ നമുക്ക് കച്ചവടമാവുള്ളൂ, ഇല്ലെങ്കിൽ കച്ചവടം കാണില്ലല്ലോ. അതുകൊണ്ട് ട്രാവലൊക്കെ ഞങ്ങൾ ഉറപ്പായിട്ട് തറക്കും. കിടപ്പൊക്കെ ഇവിടെ കൊണ്ട് നമുക്ക് ഏത് മണിക്കും എത്ര മണിക്കും തരുന്ന അവർക്ക് സാധനം എടുത്ത് കൊടുക്കും. തോട്ടം തൊഴിലാളികളെ സംബന്ധിച്ച് ശൈത്യകാലം കുറച്ച് കഠിനമാണ്. ജോലിക്ക് ഇറങ്ങുന്ന സമയമാവുമ്പോഴേക്കും തണുപ്പിന്റെ കാഠിന്യം കുറയും. എങ്കിലും കടുത്ത മഞ്ഞുവീഴ്ചയിൽ തേയിലക്കൊളുന്തുകൾ കരിഞ്ഞു പോകുന്നത് തൊഴിലാളികളുടെ വരുമാനത്തെ ബാധിക്കും. കളിഞ്ഞാഴ്ച ഫുള്ള മഞ്ഞു താളെല്ലാം കരിഞ്ഞുപോയി. കളിഞ്ഞാഴ്ച ഭയങ്കര തണുപ്പായിരുന്നു, നടക്കാൻ പറ്റത്തില്ല. കയ്യൊക്കെ എല്ലാം പോയി പൊള്ളി. ഇങ്ങനെ പോയാലേ പോകാൻ പറ്റും. മൂന്നാറിലെ ശൈത്യകാലം അവസാനിക്കുകയാണ്. മുൻവർഷങ്ങളിൽ ജനുവരി 2ാം വാരത്തിലും താപനില കുറഞ്ഞിരുന്നു. ഇത്തവണയും അത് പ്രതീക്ഷിക്കുന്നുണ്ട്.